വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ബോർഡും അംഗങ്ങളും സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് നീക്കം. തന്റെ വാദം കേൾക്കാതെ ഉത്തരവിറക്കരുതെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് തടസ്സ ഹർജി നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പീൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജികളിൽ ആവശ്യപ്പെട്ടിരുന്നത്. മുസ്ലിം ഇതര മതസ്ഥരെ നിയമിച്ചില്ലെന്ന പേരിൽ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് വിരുദ്ധമാണെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സർക്കാർ ബി.ജെ.പിയുടെ നേതാവിനൊപ്പം ഹൈക്കോടതിയിൽ ഒത്തുകളിച്ചെന്നും വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ ആരോപിച്ചു. ലീഗ് വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. അതേസമയം ബോർഡിന്റെയും ബോർഡ് അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് സമർപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഹർജിയിൽ തന്റെ വാദം കേൾക്കാതെ സുപ്രീം കോടതി ഏതൊരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കരുതെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ജനം, ഡൽഹി.